കൊച്ചു പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ മുസ്ലിംസ് ആണോ അവരുടെ സ്ലാങ് കേട്ടിട്ട്. ഉം. അപ്പം പറഞ്ഞു ഇല്ല ഞങ്ങൾ ഹിന്ദുക്കളാണെന്നാ പറഞ്ഞത്. ശരി ഒരാള് മുസ്ലിം ഒരാള് ഹിന്ദു എന്ന് പറഞ്ഞു. ശരി. ആ കാര്യങ്ങൾ അവർ കൃത്യമായി പറഞ്ഞു. പക്ഷേ കയ്യിൽ ഫോണേ ഇല്ല എന്നതാണ് അവർ അറിയിച്ചത് അല്ലേ? അതെ അതെ എന്റെ ഫോണിൽ നിന്നും വിളിച്ചു, പിന്നെ എന്റെ ഒരു സ്റ്റാഫിന്റെ ഫോണിൽ നിന്നും വിളിച്ചു. എന്റെ മਤലബ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെളിയിലായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞ ഒരു ഫോൺ കൊടുക്കുക, അവർക്ക് എന്തോ അർജന്റായിട്ട് ആരോ വിളിക്കുന്നില്ലേ അങ്ങനെ. അപ്പം ലൂസിയാണ് ഇതിൽ എന്താണെങ്കിലും ആദ്യം ഒരുപക്ഷെ ഇവരുടെ സുഹൃത്തുമായിട്ട് നേരിട്ട് സംസാരിച്ച ആൾ. ഈ അസ്ലം റഹീം എന്ന് പറയുന്ന യുവാവുമായിട്ട് ഫോണിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. റഹീമാണോ? എനിക്ക് പേരറിയില്ല, ആ ആറുകുട്ടി എന്തോ റഹീം അസ്ലം പറഞ്ഞു റഹീം. എന്നോട്. അയാൾ ആ, എന്നോട് കറക്റ്റ് പേരും പറഞ്ഞു കേട്ടോ. എന്നോട് പറഞ്ഞു അവരോട് പറ റഹീമോ റയീസോ എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. ഓക്കെ. ആരെ വിളിക്കണമെന്ന് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു ഞങ്ങള് എന്റെ ഫ്രണ്ടാണ്, ആ ഈ അവരുടെ ഫ്രണ്ടാണ്. റഹീമിന്റെ നമ്പറൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇവർക്ക് കാണാതെ അറിയാവുന്ന നമ്പറായിരുന്നു. കാണാതെ അറിയാവുന്നതാണോ എനിക്കറിയില്ല. അവരെങ്ങനെ ഡയൽ ചെയ്തെന്ന് നമുക്ക് അറിയത്തില്ല. അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ എന്റെ സ്റ്റാഫിനോട് ചോദിച്ചുമില്ല അത്ര കാര്യമായിട്ട്. ഇപ്പം വൈകുന്നേരം അല്ലേ ഇതൊക്കെ എത്ര സീരിയസ് ആയത്. അതെ. അപ്പോഴത്തേക്ക് സ്റ്റാഫൊക്കെ പോയി വേണം. ഈ നാളെ റഹീം അറിയാം. നിങ്ങളോട് വിളിച്ച വിവരങ്ങൾ മറ്റാർക്കെങ്കിലും ഇപ്പം റഹീം പറയുന്നത് ഈ വിവരങ്ങളെല്ലാം കൃത്യമായി പോലീസിനെ അറിയിക്കുന്നുണ്ടായിരുന്നു റഹീം, ഇവരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള വിവരങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായി റഹീം നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? പോലീസിനെ അറിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് കൊണ്ടുപോകാമെന്ന് റഹീം പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, അയാളൊന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അവരോട് ഉം. അവിടെ തന്നെ ഇരിക്കാൻ പറ എന്ന് പറഞ്ഞു. അപ്പൊ റഹീം ഞാനും പറഞ്ഞു എവിടെയാണുള്ളതെന്നോ അല്ലെങ്കിൽ ആ സമയത്ത് എവിടെ നിന്ന് വരുന്നു, എത്ര സമയത്തിനകം എത്തുമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ടൈമൊന്നും പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് എത്തും എന്നാ പറഞ്ഞത്. CST വരുന്നു എന്നുള്ളത് പോലെ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ അത്ര ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല. എന്നാലും ഞാനിപ്പം പെട്ടെന്ന് വരും, അവരോട് അവിടെ ഇരിക്കാൻ പറ, അവർക്ക് വഴി അറിയത്തില്ല. അപ്പൊ കാരണം അതിന് മുമ്പ് ഞാൻ ഇയാളോടും ചോദിച്ചു, പിള്ളേര് ബസ്സിന് കയറി പോകണം എന്നൊക്കെ പറയുന്നുണ്ട്, ഇവർക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ, ഉം. എവിടെയാ ശരിക്കും പോകണ്ടേ എന്നൊക്കെ ഞാനും ചോദിച്ചായിരുന്നു. പിന്നെ സ- അയാളും ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞില്ല. ശരി. ഇപ്പോൾ ഈ പറഞ്ഞ ഹെയർ ട്രീറ്റ്മെൻറ്റിനൊക്കെ അത്യാവശ്യം പൈസയാവുന്നതാണ്, അല്ലെങ്കിൽ ആ, ചാർജ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതെ. അതിനുള്ള പൈസയൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര രൂപയാകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ആദ്യം ഉണ്ടായിരുന്നോ അവരുടെ ഭാഗത്തു നിന്ന്? അതോ ആ ഇല്ലില്ല, നമ്മൾ എപ്പോഴും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എത്ര രൂപ ആവുമെന്ന് പറയും. അവര് എന്ന് പറഞ്ഞാലേ ഉള്ളൂ നമ്മളത് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, ചെയ്തോളാൻ പറഞ്ഞു. അതിൻ്റെ അപ്പോ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു കൃത്യമായി തന്നെ? ആ ഒരു ഒരു കുട്ടിയുടേത് 5,000, മറ്റേ 5,500 ആയിരുന്നു. രണ്ടുപേരുടേതും ക്യാഷ് ആയിട്ട് തന്നെ തന്നവര്. ക്യാഷ് തന്നു, പിന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരിക്കാതെ അവര് പോയി എന്നുള്ളതാണ് ഞാൻ കേട്ടത്. 1,500 രൂപ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് അവിടെ ബില്ലായി ആണോ? പണം ആ, തന്നിട്ടുണ്ട് അല്ലേ? അതെ, ആ. ഓക്കെ. ഇവർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അറിയത്തില്ല. അറിയില്ല. ഹിന്ദി ഇംഗ്ലീഷും ഒട്ടും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്റെ സ്റ്റാഫും ചോദിച്ചു കേരളത്തിൽ പഠിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ട് ഹിന്ദി ഇംഗ്ലീഷും അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്ന ഇവര് വലിയ പിള്ളേരായിരിക്കും. ഇപ്പൊ അല്ലേ മനസ്സിലാവുന്ന അവര് +2 സ്റ്റുഡൻസ് ആയിരുന്നു എന്നല്ലേ. ലൂസി, ഒരു കാര്യം, അപ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും ലൂസി അവിടേക്ക് ഞങ്ങളുടെ വരുമ്പോൾ മലയാളം സംസാരിക്കുന്ന ഒരാളെ കിട്ടി, അല്ലെങ്കിൽ കണ്ടുമുട്ടിയതിൻ്റെ ഒരു ആശ്വാസവും, അല്ലെങ്കിൽ അവർ കൂടുതൽ കാര്യങ്ങളപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാനും ഒന്നും ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അവരോട് തോന്നിയില്ല. തോന്നിയില്ല. അപ്പൊ എനിക്കും തോന്നി എന്തോ ഈ ഫ്രണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല ഏത് ജാതിക്കാരാന്ന് അറിയത്തില്ല. അപ്പം പിന്നെ ഇങ്ങനെ ഫ്രണ്ടായി. അപ്പൊ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇച്ചിരി ഒരു പന്തികേട് തോന്നി. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ടിനെ കണ്ട് അതിന്റെ കല്യാണത്തിന് വരിക, പിന്നെ അവർക്ക് ഗ്രൂപ്പായിട്ട് വന്നാണോ എന്താ നമുക്കറിയത്തില്ലോ. കോളേജ് സ്റ്റുഡന്റ് ആണ് എന്നോട് പറഞ്ഞത്. കോളേജ് സ്റ്റുഡൻസ് ആണെന്നാണ് ഈ രണ്ട് കുട്ടികളും അതെ ലൂസിയോട് പരിചയപ്പെടുത്തിയല്ലേ? പറഞ്ഞത്. അതെ അതെ, കോളേജ് സ്റ്റുഡന്റാ, അപ്പൊ ഫ്രണ്ട്സുമായിട്ട് വന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടെന്നും പറഞ്ഞു. പിന്നെ ഈ ആൺ സുഹൃത്തിന്റെ ഫോണും വന്നപ്പോ എനിക്ക് ഒരു ചെറിയ പന്തികേട് തോന്നി. ഉം. മൊത്തം ഇങ്ങനെ നാട്ടിൽ നിന്ന് പോകുന്ന അങ്ങനെ തോന്നിയില്ല. ഞാനോർത്ത് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ബോയ്സ് ഗേൾസ് ഒരുമിച്ച് വന്നതായിരിക്കും എന്നൊക്കെ. അപ്പൊ ഞാനും വിചാരിച്ചു ഈ റൈസ് എന്ന് പറയുന്ന ആൾ ആരാ ഒന്ന് കാണാം എന്നും വിചാരിച്ചു. ആ സമയത്ത് ഞാനും വന്നു. ഓക്കെ ഓക്കെ. ഈ ഞാൻ റഹീം ഇവരെ വിചാരിച്ചു തിരക്കി അന്വേഷിച്ച് ലൂസി കൊടുത്ത ലൊക്കേഷൻ വാങ്ങി അവിടേക്ക് വന്നിരുന്നോ? നിങ്ങളുടെ സെലൂണിലേക്ക് വന്നിരുന്നോ റഹീം? അറിയത്തില്ല, വന്നോന്ന് അറിയത്തില്ല. ഞാൻ ലൊക്കേഷൻ കൊടുത്തു. ആ. പക്ഷെ ലൊക്കേഷൻ കൊടുത്തു, പിള്ളേരോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പിള്ളേർ അപ്പോഴേ പോയെന്നാ പറയുന്നത്. ഓക്കെ. ഇയാള് വന്ന് പിന്നീട് കാണില്ല. അസ്ലം റഹീമിന്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ പിന്നീട് ലൂസിക്ക് കോളോ ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ഞാൻ ട്രൈ ചെയ്ത അയാൾ ഫോൺ എടുത്തില്ല. എടുത്തില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? ലൂസി ഇത് പോലീസിന് കൈമാറുകയായിരുന്നോ? ഞാൻ പോലീസിന് കൈമാറിയതാ. മുംബൈ പോലീസിനാണോ കൈമാറിയത്? അല്ലല്ല, കേരള പോലീസ്. കേരള പോലീസിനാണ്. ഇവരുടെ മുംബൈ ലൊക്കേഷൻ പോലീസ് ട്രേസ് എന്നെ ചെയ്താണോ കോണ്ടാക്ട് പോലീസ് ചെയ്തില്ല. ബന്ധപ്പെട്ടത് ലൂസിയെ? മുംബൈ പോലീസ് കോണ്ടാക്ട് ചെയ്തില്ല. കേരളത്തിൽ നിന്നുള്ള പോലീസാണ് ആദ്യമേ തന്നെ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാനും പറഞ്ഞു ഓക്കെ, ഞാൻ
എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, റയീസിന്റെ നമ്പർ കൊടുത്തു, അങ്ങനെ. ഓക്കെ, ലൂസി നമ്പർ കൊടുത്തതിന് ശേഷമാണോ പോലീസിന് ഇങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ കൂടി ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരിചയമുണ്ടെന്ന് മനസ്സിലായത്? അതേപ്പറ്റി എനിക്ക് അറിയത്തില്ല കൂടുതൽ. ശരി, ഏതായാലും അതിനുശേഷം ലൂസി റഹീമിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടില്ല. പിള്ളേര് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ റയീസിനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം അന്നേരമാണ് നമ്മൾ അറിയുന്നത് ഇതിങ്ങനെ നാട്ടിൽ നിന്ന് മിസ്സായ പിള്ളേരാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഈ റയീസിനോട് ചോദിക്കാൻ, പിള്ളേരെ കിട്ടിയോ എങ്ങനെയാ, എന്നല്ല അയാൾ ഓണസ്റ്റ് ആണെങ്കിൽ പറയൂലോ. അതെ, പക്ഷെ അയാൾ ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തിട്ടില്ല. ഇപ്പൊ ഇവര് എവിടെയെങ്കിലും കണ്ടോ കണ്ടില്ലോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ മുംബൈ CST പരിസരം തിരക്കേറിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചും അറിഞ്ഞുമൊക്കെ ഇനിയിപ്പോൾ നാട്ടിലേക്ക് മടങ്ങാനാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ട്രെയിൻ ഒക്കെ കണ്ടെത്തി കയറി പോരാനൊക്കെ ഉള്ളൊരു സാമർഥ്യമോ അറിവോ പരിചയം ആ കുട്ടികൾക്കുള്ളതായിട്ട് ലൂസിക്ക് തോന്നിയോ? ആ, അറിവ് സാമർഥ്യമൊക്കെ ഉണ്ട്. അവർക്ക് ആരോ ഫ്രണ്ട്സും ഉണ്ട്. ഓക്കെ, ലൂസി കരുതുന്നത് അവർക്ക് മുംബൈയിൽ അവർക്ക് പരിചയമുള്ള ആരോ ഉണ്ട്, അവരുടെ ഒരു സഹായം കൊണ്ടുകൂടി ആയിരിക്കാം അവരോട് എത്തിയതെന്ന് തന്നെയാണ് അല്ലേ? എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നത് വല്ല ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സോ അങ്ങനെ വല്ല ആയിരിക്കും. എന്താ ഇതിന്റെ കാര്യം നമുക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ സംശയം തോന്നിയില്ല. പക്ഷെ എനിക്കൊരു പ്രേമത്തിന്റെ പോലെ ഇങ്ങനെ തോന്നിയായിരുന്നു. കാരണം 2 പിള്ളേര് വരുന്നു, ഇൻസ്റ്റാഗ്രാമിന്റെ പേര് പറയുന്നു, പിന്നെ അവരെ തപ്പി വേറൊരു ആള് വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നിയെങ്കിലും മിസ്സിംഗ് എന്നുള്ള ഒരു കേസ് ഞാൻ ആക്ച്വലി ഒരു ന്യൂസ് ഞാൻ കണ്ടില്ല. ശരി, ഏതായാലും നന്ദി. താങ്കൾക്ക് ആ വീഡിയോ പകർത്താൻ സ്ഥിരീകരിക്കാൻ തോന്നി. അത് നിങ്ങളുടെ സ്ഥാപനം ചെയ്യുന്നതാണെങ്കിൽ പോലും, അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും ആ വീഡിയോ ചിത്രീകരിച്ചതാണ് ഇപ്പോൾ. നേഴ്സുമാരൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പം മലയാളികൾ വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഓടിച്ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് ആ റിലേഷൻ വെക്കും. ഇത് കഴിഞ്ഞും വീണ്ടും 2 നേഴ്സുമാരും വന്നായിരുന്നു. അപ്പൊ അവരിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു ഇപ്പം 2 പേര് പോയി അവരായിരിക്കും. ഞാൻ പറഞ്ഞ അല്ല, അത് വേറെ ജസ്റ്റ് ബീച്ച് കാൻറ്റീനിലെ നേഴ്സസ് ആയിരുന്നു, അതും മലയാളികൾ. ഓക്കെ, ഏതായാലും നന്ദി ഇത്രയും സമയം നമ്മളോട് ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതിനൊപ്പം. ആ വീഡിയോ ലൂസി ചിത്രീകരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ പോലീസിനും അന്വേഷണ സംഘത്തിനും ഒക്കെ സഹായമായത്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ്, 2 മണിയോടുകൂടിയാണ് ഇവരെ തിരൂരിൽ നിന്ന് കാണാതായത്. അതിനുശേഷം പിന്നീട് ഇവരുടെ ഒരു ദൃശ്യം ലഭിച്ചത് അത് മുംബൈയിൽ നിന്ന് ലൂസിയുടെ സലൂണിലെത്തി കുട്ടികളുടെ ദൃശ്യം പകർത്തിയതുകൊണ്ട് മാത്രമാണ് അത് കൺഫേം ചെയ്യാൻ സാധിച്ചത്. മുംബൈയിൽ ഇവരെത്തി എന്നുള്ളത് സ്ഥിരീകരിക്കാനായത്. അന്വേഷണ സംഘത്തിന് ഉൾപ്പെടെ സഹായകരമായ ദൃശ്യം പകർത്തിയതിന് നന്ദി. ഒപ്പം കൂടുതൽ വിവരങ്ങൾ ഇനി അറിയുന്ന ഘട്ടത്തിൽ ലൂസിയുമായി ബന്ധപ്പെടാം. ഏതായാലും ഇത്ര സമയം ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതിന് നന്ദി. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. അതെ, ഏതായാലും അന്വേഷണ സംഘം ഊർജിതമായ തിരച്ചിലാണ്. മുംബൈ CST പരിസരത്ത് തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ലൂസിയാണ്. ലൂസിയുടെ ഫോർട്ട് മുംബൈയിലുള്ള സലൂണിലേക്കാണ് 2 പെൺകുട്ടികളും എത്തിയത്. അവിടെ 10,500 രൂപയുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് 2 പേരും കൂടി ചെയ്തു. അതിനുശേഷം ആ പണമൊക്കെ കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. ഇത്ര തുകയാകും, ഇത്ര ചിലവേറിയതാണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴും അവർ അതിന് തയ്യാറായിരുന്നു. അവരുടെ പക്കൽ പണമുണ്ടായിരുന്നു. ക്യാഷായി തന്നെ അവർ പണം നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ആ പെൺകുട്ടികൾ പുറത്തേക്ക് പോയത്. ഇപ്പോൾ മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. പൻവേലിൽ ഒരു കല്യാണത്തിന് പോകേണ്ടതുണ്ട്, ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണ്. ആ സുഹൃത്തിനെ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെ എന്നൊക്കെ ആയിരുന്നു ഈ കുട്ടികൾ ലൂസി എന്ന സലൂൺ ഉടമയോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും ഒടുവിൽ വന്ന ലൊക്കേഷൻ പ്രകാരം അത് മുംബൈ പരിസരങ്ങളിൽ തന്നെ കുട്ടികൾ ഉണ്ട് എന്നതാണ് പോലീസിൻ്റെ നിഗമനം. മലപ്പുറത്ത് നിന്ന് താനൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, ഒപ്പം മലപ്പുറം SP മുംബൈ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനിടയിൽ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരൊക്കെയും ഈ ടവർ ലൊക്കേഷൻ അടക്കം ലഭിച്ച ഇടങ്ങളിൽ ഇവർ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള അല്ലെങ്കിൽ പനവേലിലേക്കുള്ള യാത്രയിൽ ഈ സബർബൻ ട്രെയിനിൻ്റെയൊക്കെ റൂട്ടിൽ അങ്ങനെ പലയിടങ്ങളിൽ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ തിരൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയുമാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, ഈ പെൺകുട്ടികളുടെ പുതിയ അപ്ഡേറ്റ്സിലേക്ക് എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.